എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെടുന്നതാണ് ഏട്ടാ? സിനിമ എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഒരു ഇതായിട്ട് വെച്ചിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? ഒരു വൺ ടൈം ഓക്കെ. എല്ലാവരുടെ അഭിനയം? അഭിനയം പെർഫോമൻസ് ഉള്ളായിരുന്നു. ഇത്തിരി ലാഗ് എന്നാലും കുഴപ്പമില്ല, ഒരു വൺ ടൈം ആവറേജ്. കോമഡി ഒന്നും വർക്കായില്ല അത്ര. പെർഫോമൻസ് ഒക്കെ നല്ലത്, പക്ഷെ കോമഡി ഏറ്റില്ല. അവസാനം കുറെ ക്ലംസി ആയിട്ട് തോന്നി. സ്റ്റോറി നോർമലി ഒരു സ്റ്റോറിയാണ്, പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ അത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ഈ പടം നന്നായിട്ട് റൺ ചെയ്യുന്നത്, അത്യാവശ്യം നന്നായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട മ്യൂസിക്കാണ്. മ്യൂസിക് ഗംഭീരമാണ്. മ്യൂസിക് അല്ലാണ്ട് സിനിമാറ്റോഗ്രാഫി എല്ലാം പക്കയായി ചെയ്തിട്ടുണ്ട്. വിഷ്വലി ടെക്നിക്കൽ സൈഡാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അഭിനയം കൊള്ളാം, അടിപൊളി പടമാണ്. ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു തോന്നി, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് DOP ചെയ്ത് ഷൈജു ഖാലിദിന്റെ സുപ്രമസിയാണ്. ഇങ്ങേരില്ലെങ്കിൽ പടം വേറെ എന്തെങ്കിലും ആയി പോയായിരുന്നു. അത് അവിടെയാണ് ഈ പടം കംപ്ലീറ്റ് ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് അല്ല, അവരുടെ പെർഫോമൻസുകളെല്ലാം അടിപൊളിയാണ്. പക്ഷേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ. കുഴപ്പമില്ല, എത്തിക്കാന്നുള്ളതൊന്നുമില്ല, എന്തായാലും കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് കാണണം. കണക്റ്റായ പടം. ഒരു ക്രൈം ത്രില്ലർ മോഡലിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ക്രൈം തുടക്കത്തിൽ നടക്കുന്ന അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും അതിൽ ആ ക്രൈം സീനിൽ ഉൾപ്പെട്ട കുറേ പേരുടെ ഒരു ഇൻട്രോഗേഷൻ, അതും പാസ്റ്റ് പ്രസന്റ് അതിങ്ങനെ മിക്സ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. ഇന്റർവെല്ലിൽ വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മിസ്റ്ററി ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായിരിക്കും. ആ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഇത് ചെയ്ത് പോയിട്ടുണ്ട്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ലൈക്ക് ഒരു ബേസിലിന്റെ ഫസ്റ്റ് നമുക്ക് ന്യൂ ഇയർ ഒരു പുതുവർഷം എന്ന രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. ലൈക്ക് നമുക്ക് 2024 അവസാനിച്ചപ്പോൾ ഫുൾ നമുക്ക് പെർഫെക്റ്റ് പെർഫോമൻസ് ആണ് എല്ലാ മൂവീസ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതും വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട സൗബിന്റെ ആക്ടിങ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഒരു എന്താ പറയാ, ഒരു മാജിക്കൽ, ഒരു ഡാർക്ക് ഹ്യൂമർ മൂവി തന്നെയാണ് പറയേണ്ടത്. ചാന്ദ്രയുടെ ഒരു കംബാക്കും, ശ്രീജയുടെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്.